മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യു രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിൽ വിവാദം. നിയമനം ഗൌരവമുള്ള പ്രശ്നമെന്ന് മുൻ മന്ത്രി പി രാജീവ് ആരോപിച്ചു. പശ്ചിമബംഗാളിൽ സമാനമായ നിയമനം നടന്നപ്പോൾ വിമർശനമുന്നയിച്ച കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ മൗനം പാലിക്കുന്നുവെന്നാണ് പരാതി. അതേസമയം നിയമനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് മന്ത്രിമാർ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുകയാണ്. എല്ലാ ചുമതലകളും ഒഴിവാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ആളെ വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ തന്നെ നിയമിക്കുന്നത് പൊതുവെ ഇപ്പോൾ വലിയൊരു ആശങ്കകൾ സമൂഹത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഗൗരവമായ സംഗതിയാണ്. ബംഗാളിൽ എടുത്ത നിലപാട് തന്നെയാണോ കേരളത്തിൽ ഈ കാര്യത്തിലുള്ളതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആര് വേണമെന്നുള്ളത് അദ്ദേഹമല്ലേ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ അധികാരമുണ്ട്. രത്തൻ ഖേൽക്കർ നല്ല ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ ഗവൺമെന്റാണ് അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷനായിട്ട് പോസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് തന്നെ തിരിച്ചു വിളിക്കാൻ അധികാരമുണ്ട്. അതിനെന്താ കുഴപ്പമെന്താ? ഇലക്ഷന് മുമ്പ് പിൻപോ രത്തൻ ഖേൽക്കർക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷനകത്ത് കുഴപ്പം ചെയ്തെന്നോ ഒന്നും വന്നിട്ടില്ല. ബംഗാളിൽ അതല്ല സ്ഥിതി. അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്നു. നല്ല സൗമ്യനായ കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം പല വകുപ്പുകളിലും പരിസ്ഥിതി ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിയമനത്തിന് അങ്ങനെ പൊളിറ്റിക്സ് ഒന്നുമില്ല.